ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ കാര്യത്തിലെ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ ഉള്ളത്. സെപ്റ്റംബർ 1-ാം തീയതി ISL ആരംഭിക്കുമെന്ന് ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്ലബ്ബുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പുതിയ പ്രപ്പോസൽ നൽകിയിരുന്നു. അഥവാ അടുത്ത 2 വർഷത്തേക്ക് പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ തന്നെ ലീഗ് നടത്തുന്നതിന് ആവശ്യമായ അനുമതി നൽകണം എന്നായിരുന്നു ക്ലബ്ബുകളുടെ ഒരു റിക്വസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. പക്ഷെ ആ മീറ്റിംഗ് സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പ്രഫുൽ പട്ടേലിന് ചില പേഴ്സണൽ റീസണുകൾ കൊണ്ട് ഈ മീറ്റിംഗിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് കാരണം ഈ മീറ്റിംഗ് നടന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ക്ലബ്ബുകളും തമ്മിൽ ഈ മീറ്റിംഗ് നടന്നേക്കും. ഈ മീറ്റിംഗിലാണ് തീരുമാനം ഉണ്ടാവുക. അതായത് ഈ പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ അടുത്ത 2 സീസണിലേക്ക് ISL നടത്തണോ, അതല്ലെങ്കിൽ ജീനിയസ് സ്പോർട്സിന്റെ ബിഡ് സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ ഈ മീറ്റിംഗിലാണ് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആശിഷ് നേഗി ഇന്നലെ നൽകിയിട്ടുണ്ട്. അതായത് ഒരാഴ്ചക്കകം നമുക്ക് ISLന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിക്കും എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരുപാട് നീണ്ടുപോവില്ല, ഒരു 7 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും 15 കോടി രൂപയാണ് ഫെഡറേഷന് ഇപ്പോൾ ക്ലബ്ബുകൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ തുക ഫെഡറേഷൻ ആഗ്രഹിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ മീറ്റിംഗിലെ തീരുമാനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.